പാലക്കാട്ടുകാർക്ക് അബദ്ധം പറ്റില്ല. എങ്കിലും കിറ്റും അതുപോലെയുള്ള ചില ടൂളുകളുമായിട്ട് എത്തുന്നവരെ നമ്മൾ ഇനിയും സൂക്ഷിക്കണം. അതിനെ സംബന്ധിച്ച് എവിടെയും നമ്മൾ ഓർമ്മപ്പെടുത്തലാണ് നടത്തുന്നത്, വിമർശനമല്ല. കാരണം മറുപക്ഷത്തുള്ള വോട്ടർമാരിൽ അധികവും സാമ്പത്തികമായി ഒരുപാട് ഞെരുക്കം അനുഭവിക്കുന്നവർ, അല്ലെങ്കിൽ ഇല്ലായ്മയിൽ മുങ്ങിത്താണുകൊണ്ടിരിക്കുന്നവരുടെ ഉദ്ധാരണത്തിന് വേണ്ടിയാണ് ഓരോ 5 വർഷം കൂടുമ്പോഴും നമ്മൾ ഒരു പുതിയ നിശ്ചയത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഭാരതത്തിലെ നിശ്ചയം അത് 11ാം വർഷത്തിലേക്കും കടന്നിരിക്കുന്നു എങ്കിൽ അതിന്റെ മഹത്വം എന്താണെന്ന് ലോകം മുഴുവൻ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ മഹത്വത്തിലേക്ക് നയിച്ച ഒരു വേൾഡ് ലീഡർ ശ്രീ നരേന്ദ്രമോദി, അദ്ദേഹത്തെ ലോകം അംഗീകരിക്കുന്നു. ഭാരതത്തെ അതിന്റെ പേരിൽ മാത്രം ആരാധിക്കുന്നു. എന്തൊക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ കഴിഞ്ഞ 10 വർഷം, 11ാം വർഷം ഞാൻ പറയുന്നില്ല, 11ാം വർഷത്തിൽ വിഭാവനം ചെയ്ത കാര്യങ്ങൾ ഇനിയും 1, 2, 3 വർഷങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. അതും കൂടി വന്നു കഴിഞ്ഞാൽ പിന്നെ ഇല്ലായ്മക്കാരുടെ ഒരു അവസ്ഥ എന്താണെന്നുള്ളത് നമുക്കിപ്പോഴേ ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ അങ്ങനെ സുഗമമായ ഒരു ചിന്തയും ആ ചിന്തയുടെ പ്രാവർത്തികതയിലേക്കുള്ള യാത്രയെയും ഹനിക്കുന്നതിന് വേണ്ടി ഏതെങ്കിലും തരത്തിലുള്ള ജോഡോയുടെ പേരിൽ ജഗ നടത്താൻ സംഘം ചേർന്ന് നടക്കുന്ന വ്യക്തികളെ കുറിച്ചും നിങ്ങൾ നല്ല ഘട്ടമായ ഞങ്ങൾ അവരുടെ പ്രതിപക്ഷമാണ്. ആ പ്രതിപക്ഷം പറയുന്നതും നിങ്ങൾ വിശ്വസിക്കണ്ട, ഞാൻ പറയുന്നതും വിശ്വസിക്കണ്ട. പക്ഷെ വോട്ടർമാർക്ക് എപ്പോഴും അവരുടേതായ വ്യക്തിപരമായ നിരീക്ഷണം വേണം, മനസ്സിലാക്കൽ വേണം. ഈ രാഷ്ട്രം നിങ്ങളുടേതാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ രാഷ്ട്രത്തിന് വേണ്ടി നിങ്ങളുടെ ഓരോ വോട്ടും മാറ്റം കുറിച്ചുകൊണ്ടേയിരിക്കണം.